നമസ്കാരം. ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. വൈവിധ്യമായ ഒരു രാജ്യമായതുകൊണ്ടും നാനാജാതി മതസ്ഥരും ഒന്നിച്ച് താമസിക്കുകയും ചെയ്യുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും ഭാരതമെന്നും ലോകത്തിന് വലിയ അത്ഭുതമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നാം അഭിമാനിക്കും. ആസേത് ഹിമാചലം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എടുത്താൽ എത്ര വൈവിധ്യമാണ് ഇന്ത്യ. ആ വൈവിധ്യത്തെ തന്നെ മുതലാക്കുന്നുള്ള ജാതി മത വർഗ ഭീകര തീവ്രവാദ സംഘടനകളും ഈ രാജ്യത്തുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായിരുന്നെങ്കിൽ, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പങ്കുവയ്ക്കലിൻ്റെ അടിയായിരുന്നെങ്കിൽ, അത് കഴിഞ്ഞതിന് ശേഷം എത്രയെത്ര പ്രതിസന്ധികൾ. കാശ്മീർ വിഷയം 370 ആർട്ടിക്കിൾ 370 ഒരു പ്രത്യേക രാജ്യം പോലെ ഇന്ത്യയിൽ നിന്നു കാശ്മീർ. അവർ ഇന്ത്യൻ പതാക പിടിക്കില്ല. കുറച്ച് പേരെങ്കിലും പാകിസ്ഥാന് കീഴെ വിളിക്കുന്നു. ഇന്ത്യക്കാർക്ക് അവിടെ പോകാനാകില്ല. കാശ്മീരി പണ്ഡിറ്റുകൾ അവിടെ നിന്ന് പോകണം. അവിടെ ഹിന്ദുക്കൾക്ക് ക്ഷേത്രം പറ്റില്ല, മുസ്ലിങ്ങളിൽ മിതവാദികൾക്ക് പറ്റില്ല, തീവ്രവാദികൾക്കേ പറ്റുള്ളൂ എന്നുള്ളൊരു വേറൊരു തലമാക്കി കാശ്മീരിനെ കൊണ്ടുപോയി. എന്തായാലും 370 എടുത്തു കളഞ്ഞു. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. കാശ്മീരിനെ ശാന്തമാക്കി കൊണ്ടുപോയി. കാശ്മീരി പണ്ഡിറ്റുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അവിടെ തിരിച്ചു വന്നു. അവർ അവിടെ ക്ഷേത്രം പണിതു. അവർ സുന്ദരമായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും താമസിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇതാ പഹൽഗാം വിഷയം വരുന്നത്. 26 പേരെയാണ് കൊന്നത്. അതിന് വളരെ മനോഹരമായ രീതിയിൽ ഇന്ത്യ അതിൻ്റെ പരിഹാരം കണ്ടു. ആളുകളെ തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ കൃത്യമായി പാകിസ്ഥാനും ലോക രാജ്യങ്ങൾക്കും മെസ്സേജ് കൊടുത്തു ഇന്ത്യ. അത് കഴിഞ്ഞപ്പോഴാണ് മണിപ്പൂർ വിഷയം വരുന്നത്. മണിപ്പൂർ കുറച്ച് നേരത്തെ തുടങ്ങിയതാണ്, എങ്കിലും മണിപ്പൂരിൽ വിഷയം വരുന്നു. ആസാമിൽ ഇതുപോലെ പ്രഫുല്ലകുമാർ മൊഹന്തയുടെ നേതൃത്വത്തിൽ ആസാമിൽ കലാപമുണ്ടായിരുന്നു. അവസാനം അദ്ദേഹം മുഖ്യമന്ത്രി വരെയായി. പിന്നെ അദ്ദേഹത്തിന് ഇരുന്ന് പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തന്നെ നിഷ്കാസിതനുമായി. അതുപോലെ തന്നെയായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു മണിപ്പൂരിൽ പോലെ തന്നെ വന്നതും കാശ്മീർ പോലെ വന്നതും ഒക്കെയാണ് ഇപ്പോഴത്തെ ലഡാക്കിൽ വലിയൊരു കലാപം തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ന്യൂജൻ കലാപമെന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ. അവിടെ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ 10 ദിവസമായി നിരാഹാരമായിരുന്നു. ആ നിരാഹാരം കിടന്നയാൾ നിരാഹാരം മതിയാക്കി. അതിൻ്റെ അന്ന് തുടങ്ങി കലാപം. അപ്പം ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ഇങ്ങനെ ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടും. ഭാരതത്തിൽ എളുപ്പവുമാണിത് പൊട്ടിപ്പുറപ്പെടുവിക്കാൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാനാജാതി മതസ്ഥരാണ് താമസിക്കുന്നത്. മതസ്പർദ്ധയും കുറച്ച് പേർക്കുണ്ട്, കുറച്ച് പേർക്ക് മതവികാരമുണ്ട്, കുറച്ച് പേർക്ക് മതേതര വികാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എളുപ്പമാണ് കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശിൽ ജാതി റാലി നിരോധിക്കേണ്ടി വന്നത്. അവിടുത്തെ അലഹബാദ് ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരം ജാതി റാലി UP ഗവൺമെൻറ്റിന് നിരോധിക്കേണ്ടി വന്നു. അവിടെ അങ്ങനെ ജാതിയെ ഇളക്കിവിട്ട്, മതത്തെ ഇളക്കിവിട്ട്, തീവ്രവാദത്തെയും ഭീകരവാദത്തെയും അവയായിട്ട് കൂട്ടിയോജിപ്പിച്ച് ലഡാക്കിൽ ഒന്നുകിൽ സ്റ്റേറ്റ് വേണം സ്വതന്ത്രമായ, അല്ലെങ്കിൽ സ്വയംഭരണം വേണം. ഇതാണ് അവരുടെ ഡിമാൻഡ്. കേന്ദ്ര സർക്കാർ ഇതിനുമായി ബന്ധപ്പെട്ട ചർച്ച വച്ചിരിക്കുകയാണ്. പക്ഷെ ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഏത് പാർട്ടിയാണ് ഇതിൻ്റെ പിന്നിൽ? ഏത് സംവിധാനമാണ് ഇതിൻ്റെ പിന്നിൽ? ഏത് വ്യക്തികളാണ് ഇതിൻ്റെ പിന്നിൽ? ഏത് ആഗോള സംഘടനകളാണ് ഇതിൻ്റെ പിന്നിൽ? ഇതൊക്കെ അറിയണ്ടേ നമുക്ക്? നമ്മുടെ രാജ്യമെന്നുള്ള നിലയിൽ നമുക്കിപ്പോൾ BJP ഭരിക്കുന്നു. ദീർഘകാലം കോൺഗ്രസ് ഭരിച്ചു. നാളെ ചിലപ്പോൾ കോൺഗ്രസിൻ്റെ മുന്നണി തന്നെ വന്നേക്കാം, കോൺഗ്രസ് ഒറ്റയ്ക്ക് വന്നേക്കാം, BJP വന്നേക്കാം. അത് ഇമ്മെറ്റീരിയലാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി തോറ്റു. പിന്നെ അതേ ഇന്ദിരാഗാന്ധിയും അതേ കോൺഗ്രസും തിരിച്ചു വന്നു. ഒരു വശത്ത് രാഷ്ട്രീയം അങ്ങനെ നിൽക്കട്ടെ, അത് ജനാധിപത്യമല്ലേ. പക്ഷേ ജനാധിപത്യത്തിൻ്റെ ഉച്ഛ്വാസവായു എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ നിലനിൽപ്പാണ്. ഭാരതമെന്ന അല്ലെങ്കിൽ ഇന്ത്യ എന്നൊരു രാജ്യമാണത്. അത് സങ്കല്പമല്ലത്, ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ ഇതുപോലുള്ള ഇടപെടലുകൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് അസ്ഥിരപ്പെടുത്തുവാനുള്ള പ്രവർത്തനം നടക്കും. ഇനിയിപ്പോൾ 4 പേർ മരിച്ചു. ഒത്തിരി കലാപമാണ് അവിടെ ആരംഭിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി? കലാപത്തിലൂടെ സ്റ്റേറ്റ് നേടാൻ പറ്റുമോ? കലാപം അടിച്ചമർത്തപ്പെടുകയല്ലേ ഉള്ളൂ, സഹോദരങ്ങളെ നഷ്ടപ്പെടുകയല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ലഡാക്കിലെ സമരം അത് മറ്റൊരു തരത്തിലാണ്. ആരാണ് അതിൻ്റെ പിന്നിലെന്നത് പോലും അറിയാത്ത രീതിയിലുള്ള കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അത് കെട്ടടങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.